സിനിമാ നിരൂപണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് അശ്വന്ത് ഗോക്ക് എന്ന നിരൂപകനോട് ചോദിക്കാനുള്ള ചോദ്യം, എന്തിൻ്റെ മാനദണ്ഡത്തിലാണ് നരിവേട്ട എന്ന സിനിമയിലെ ടൊവിനോയുടെ അഭിനയം തീർത്തും പോരാ അല്ലെങ്കിൽ ഒരു വൈയായികയുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതേ അശ്വന്ത് ഗോക്ക് തന്നെയാണ് ബ്രോമൻസ് എന്ന സിനിമയിൽ മാത്യുവിൻ്റെ അഭിനയത്തെ വാനോളം പുകഴ്ത്തിയത്. മാത്യു എന്ന നടൻ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. താൻ ആ ചിത്രത്തിൽ അഭിനയിച്ചപ്പോൾ അഭിനയത്തിൽ എടുത്ത മീറ്റർ അല്ലെങ്കിൽ അഭിനയിച്ച രീതി ഒരല്പം കടന്നു അല്ലെ കൂടിപ്പോയി, എടുക്കേണ്ട മീറ്ററല്ല ചെയ്തിരിക്കുന്നതെന്ന് മാത്യു തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ അഭിനയം ഇഷ്ടപ്പെട്ട അശ്വന്ത് ഗോക്ക് ഇത്രയും നന്നായിട്ട് നരിവേട്ടയിൽ നന്നായിട്ട് പെർഫോം ചെയ്ത ടൊവിനോയുടെ അഭിനയത്തെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ അശ്വന്ത് ഗോക്ക് താങ്കളുടെ നിരൂപണത്തിൽ ഒരല്പം എന്തോ കുഴപ്പമുള്ള പോലെ തോന്നുന്നു. കാരണം ഇതേ ആൾ തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയെക്കുറിച്ചും മോശമായിട്ട് പറഞ്ഞത്. അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂസൊക്കെ കൊള്ളാം, ഭയങ്കര കുത്തിപ്പിടിച്ചിരുന്ന് കൊള്ളാമെന്നല്ല പറഞ്ഞു, കുത്തിപ്പിടിച്ചിരുന്ന് വായി വരുന്ന ഇംഗ്ലീഷും അല്ലെങ്കിൽ ഭയങ്കര ഇൻ്റലക്ച്വലായിട്ടുള്ള സംസാരവും കാര്യങ്ങളും എല്ലാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷേ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് സംഗതി മാറിപ്പോകരുത്. റിവ്യൂ ചെയ്യുവാണെങ്കിൽ ഒന്നെങ്കിൽ സിനിമ കൊള്ളാം, അല്ലെങ്കിൽ ആ സിനിമയെക്കുറിച്ചുള്ളൊരു ആൾക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രമാത്രം ആൾക്കാരെ പിടിച്ചിരുത്തുന്നു, അല്ലെങ്കിൽ അതിന് മറ്റു ഘടകങ്ങൾ പറയാം. ഒരു സിനിമയിൽ അഭിനേതാവിൻ്റെ അഭിനയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ശരിക്കും ആ സിനിമയുടെ ഡയറക്ടർ, ആ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ആൾ ഓക്കെ പറഞ്ഞാൽ മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടേക്ക് വേണേലും അഭിനേതാക്കൾ എടുക്കും. അതിൽ ഏറ്റവും നല്ല ടേക്കാണ് സിനിമയിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ കണ്ടപ്പോൾ എവിടെയോ ചെറിയൊരു പന്തികേട് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടേണ്ട അവസ്ഥ വന്നത്.